6 വർഷങ്ങൾക്കപ്പുറം പ്രിയപ്പെട്ട മട്ടന്നൂരിന്റെ ധീരപോരാളി ശ്രീ ഷുഹൈബ് കൊല്ലപ്പെട്ടപ്പോ മട്ടന്നൂരിന്റെ തെരുവീതികളിൽ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ഉയർത്തിയൊരു മുദ്രാവാക്യമുണ്ട്. ഒരു ഷുഹൈബ് മരിച്ചാൽ ഈ വീതിയിലൂടെ ആയിരക്കണക്കിനായ ഷുഹൈബമാർ നടന്നു നീങ്ങുമെന്ന് അന്ന് തുണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചത് കേവലം ഒരു മുദ്രാവാക്യമല്ല. ഷുഹൈബ് തെളിച്ച പാതയിലൂടെ ആയിരങ്ങളല്ല 10,000-കണക്കിന് യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ അണിനിരന്നുകൊണ്ടാണ് 6 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഈ അനുസ്മരണ സംഗമം നടത്തുമ്പോൾ പ്രിയപ്പെട്ട വിജിൽ മോഹൻ നയിക്കുന്ന ആ അനുസ്മരണ ജാഥയ്ക്ക് പിന്നാലെ അകമ്പടിയായി 10,000-കണക്കിനായ ധീരരായ ഷുഹൈബമാർ ഈ വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ട് എങ്കിൽ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവശേഷിക്കുന്ന പ്രവർത്തകരോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, കൊന്നൊടുക്കിയാൽ തീർന്നു പോകുന്നതല്ല കോൺഗ്രസ് എന്ന പ്രസ്ഥാനം. അങ്ങനെ കൊന്നൊടുക്കിയാൽ തീർന്നു പോകുന്നതായിരുന്നു ഈ കണ്ണൂരിന്റെ മണ്ണിൽ കോൺഗ്രസ് എങ്കിൽ ഈ 2024 ആണ്ടിൽ ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് ഈ മണ്ണിലൂടെ മുദ്രാവാക്യം വിളികളുമായി ത്രിവർണ്ണ പതാകയേന്തി വരുവാൻ ഇതുപോലെയുള്ള ആയിരക്കണക്കിനായ ചെറുപ്പക്കാർ ഈ നാട്ടിൽ ധൈര്യത്തോടെ കടന്നു വരികയില്ലായിരുന്നു. അങ്ങനെ കൊന്നാലങ്ങ് തീർന്നു പോകുന്ന പ്രസ്ഥാനമാണോ ഈ നാട്ടിലെ കോൺഗ്രസ് പാർട്ടി? ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയണം. കഴിഞ്ഞ ദിവസം ഷുഹൈബിന്റെ രക്തസാക്ഷി അനുസ്മരണവുമായി ബന്ധപ്പെട്ട ഈ ഇരട്ടിയുടെ പട്ടണത്തിൽ നമ്മൾ പോസ്റ്റർ ഒട്ടിക്കുമ്പോ, നമ്മൾ കൊടികെട്ടുമ്പോ, നമ്മൾ തോരണം വലിച്ചു കെട്ടുമ്പോ, നമ്മുടെ സഹപ്രവർത്തകർ വേദന കടിച്ചമർത്തി പ്രവൃത്തിയെല്ലാം ചെയ്യുമ്പോ ഷുഹൈബിനെ കൊല്ലാനായി പോയ മരണ വാറന്റ് ഒപ്പിട്ട് പോയ വണ്ടി ഓടിച്ചു നടന്ന ഡിവൈഎഫ്ഐയുടെ നേതാവ്, ആ കൊലയാളി, അവൻ ഈ പട്ടണത്തിലൂടെ ഇറങ്ങി വിലസി നടന്നു എന്നാണ് പറഞ്ഞത്. ആ നടന്നവനെ കേൾക്കാനടക്കം ഷുഹൈബിന്റെ ശരീരത്തിലേക്ക് ആദ്യമായി കത്തി ആഴത്തിലിറക്കിയ ആകാശ് തില്ലങ്കരി കേൾക്കുവാൻ പറയുന്നു, നിന്റെയൊക്കെ കഴുത്തിൽ കയറ് മുറുകുന്നത് വരെ ഞങ്ങൾ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ചെയ്യുവാൻ കഴിയുന്ന പ്രതിരോധങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. സംസ്ഥാനത്ത് പിണറായി വിജയനെ പോലെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ട മുഖ്യമന്ത്രി ആയിരിക്കുന്നതിന്റെ പേരിൽ 1 കോടിയല്ല 100 കോടി രൂപ മുടക്കി നിങ്ങൾ അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ, CBI അന്വേഷണത്തെ അട്ടിമറിക്കുവാൻ നിങ്ങൾ ഈ രാജ്യത്ത് ലഭ്യമായ എല്ലാ മുന്തിയ അഭിഭാഷകന്മാരെയും കോടതിയിൽ കൊണ്ടുവന്ന് അണിനിരത്തിയാലും ശരി തന്നെ, ഈ രാജ്യത്ത് ഒരു സിറ്റിങ്ങിന് കോടാനുകോടി രൂപ വാങ്ങുന്ന, പ്രതിഫലം വാങ്ങുന്ന അഭിഭാഷകന്മാർ വന്നു വാദിച്ചാലും ശരി തന്നെ, ഷുഹൈബിനെ കൊന്നവന്മാർക്ക് തൂക്കുകയർ കിട്ടുന്നത് വരെ നമ്മൾ ഈ പോരാട്ടം അവസാനിപ്പിക്കുകയില്ല എന്ന് 1000 തവണ ഈ ജനസാഗരത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൊന്നൊടുക്കിയത് കേവലമായൊരു ചെറുപ്പക്കാരനെയല്ല, നിങ്ങൾ കൊന്നൊടുക്കിയത് കേവലമായി യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവിനെയല്ല, നിങ്ങൾ കൊന്നൊടുക്കിയത് മുഹമ്മദ് ഖാന്റെ മകനെയല്ല, നിങ്ങൾ കൊന്നൊടുക്കിയത് ഒരു നാടിന്റെ വെളിച്ചമായി മാറിയ ചെറുപ്പക്കാരനെ. ആ നാട്ടിൽ ആരെങ്കിലും ഏതെങ്കിലും ആശുപത്രിയിൽ കിടക്കുമ്പോ, രക്തം ആവശ്യമായി വരുമ്പോ ആദ്യം വിളിക്കുന്ന ഫോൺ നമ്പർ അത് ഷുഹൈബിന്റെ ഫോൺ നമ്പർ ആയിരുന്നു. ആ നാട്ടിലെ മക്കളുമാർ പഠിക്കാൻ നിവൃത്തിയില്ലാതെ, ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുമ്പോ അവരുടെ രക്ഷിതാക്കൾ ആദ്യം ആശ്രയിക്കുന്ന പേര് ഷുഹൈബിന്റേതായിരുന്നു. എന്തിനേറെ പറയുന്നു, ഒരു പരിചയവുമില്ലാത്ത ഒരു നാട്ടിലൊരമ്മ കരൾ രോഗം വന്ന് അവരുടെ കരൾ നശിച്ചു പോകുമ്പോ കരളൊന്ന് പകത്ത് നൽകുമോ എന്ന് ചോദിച്ച് ആദ്യം വിളിച്ചത് ഷുഹൈബിനെ ആയിരുന്നു. ആ ചെറുപ്പക്കാരനെ, ഒരു നാട്ടിലെ പട്ടിണി കിടക്കുന്ന ഒരു പിടി മനുഷ്യന്മാരുടെ പട്ടിണി അകറ്റിയ ചെറുപ്പക്കാരനെ, ഒരു നാട്ടിൽ പഠിപ്പ് മുടങ്ങിയ ഒരു പറ്റം കുട്ടികൾക്ക് പഠിപ്പ് തുടരുവാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തൊരു ചെറുപ്പക്കാരനെ, സ്വന്തമായി കയറിക്കിടക്കുവാൻ കിടപ്പാടമില്ലാത്ത സാധു മനുഷ്യന്മാർക്ക് കിടപ്പാടമൊരുക്കുവാൻ സ്വന്തം കയ്യിലെ പണം ചെലവഴിച്ചൊരു ചെറുപ്പക്കാരനെ, ആ ചെറുപ്പക്കാരനെയാണ് 1 അല്ല 41 വെട്ടുകൾ വെട്ടി നിങ്ങൾ കൊലപ്പെടുത്തിയത്. ആകാശ് തില്ലങ്കരി കേൾക്കുവാൻ പറയുന്നു, നീ 41 വെട്ടുവെട്ടിയത് ഷുഹൈബിന്റെ കാലിലാണെങ്കിലും നുറുങ്ങിപ്പോയത് ഞങ്ങളുടെ ഹൃദയമാണ്. ആ നുറുങ്ങിപ്പോയ ഹൃദയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ആകാശേ, ആ മരണത്തിന്, ആ കൊലപാതകത്തിന് പ്രതികാരം ചോദിക്കാതെ ഈ പ്രസ്ഥാനം ഈ നാട്ടിൽ അവസാനിക്കുകയില്ല എന്ന് ആകാശ് തില്ലങ്കരിമാർ ഓർക്കണം.
ആകാശ് തില്ലങ്കരിമാർക്ക് മരണത്തിന്റെ വാറന്റ് എഴുതി ഒപ്പിട്ട് കൊടുത്ത എല്ലാ ഈ നാട്ടിലെ CPM-ന്റെ നേതാക്കന്മാരും ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും. എല്ലാ കാലത്തും നിങ്ങൾക്ക് പരിരക്ഷ ഒരുക്കുവാൻ വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ മുഖ്യപ്രതിയായ പിണറായി വിജയൻ ഉണ്ടാകുമെന്നുള്ള ധാർഷ്ട്യത്തിന് മുകളിലാണ്, ആ അധികാരത്തിന് മുകളിലാണ് ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ, പൊതുനിരത്തിലൂടെ നീയൊക്കെ ഇങ്ങനെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ ഈ മട്ടന്നൂരിന്റെ മണ്ണിലെ, ഈ കണ്ണൂരിന്റെ മണ്ണിലെ കോൺഗ്രസ്സുകാരൻ, യൂത്ത് കോൺഗ്രസ്സുകാരൻ സന്തോഷത്തോടുകൂടി ചിരിക്കുന്നത് ആകാശ് തില്ലങ്കരിയുടെ കഴുത്തിൽ കയറുമുറുകി അവന്റെ അവസാനത്തെ ശ്വാസം പിടയുമ്പോഴായിരിക്കും ഈ കണ്ണൂരിന്റെ മണ്ണിലെ കോൺഗ്രസിന്റെ പ്രവർത്തകൻ യഥാർത്ഥ ചിരിച്ചിരിക്കുവാൻ പോകുന്നത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇന്ന് 6 വർഷങ്ങൾക്കിപ്പുറം മമ്മദ് കൈ വേദിയിലിരിക്കുമ്പോ അഭിമാനത്തോടുകൂടി തന്നെ തല ഉയർത്തി പിടിച്ചു തന്നെയാണ് നമ്മൾ ഈ അനുസ്മരണ സംഗമം നടത്തുന്നത്. കാരണം ഷുഹൈബിനെ കൊന്ന കേസിനകത്തെ ഒരൊറ്റ പ്രതിയോട് പോലും ഒരു കടുകമണിയുടെ കോംപ്രമൈസ് പോലും ചെയ്തിട്ടില്ലാത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെ പറ്റി ഓർക്കാൻ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരന് അവകാശമുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരന് കുറേയേറെ അസൂയ തോന്നും ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ പറ്റി നോക്കുമ്പോ. കാരണം കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ പാരമ്പര്യം എന്താ? ഈ നാട്ടിലെ SFI-കാരൻ മുദ്രാവാക്യം വിളിക്കുമല്ലോ രക്തസാക്ഷികൾക്ക് വേണ്ടി. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല രക്തസാക്ഷിയായിരുന്നു സഖാവ് സൈദാലി. സഖാവ് സൈദാലിയെ കൊന്ന കേസിനകത്തെ മുഖ്യപ്രതിയായ ബാബു എം പാലിശ്ശേരിയെ MLA ആക്കിയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മഹാരാജാസിന്റെ തിരുനടയിൽ SDPI-കാരന്റെ വർഗീയവാദത്തിന്റെ കത്തിയുടെ മുനയേറ്റ് മരിച്ചു വീണ അഭിമന്യു എന്ന് പറയുന്ന SFI-കാരനായ നേതാവിനെ പറ്റി. ആ അഭിമന്യുവിനെ കൊന്ന SDPI-കാരനോട് കോട്ടയത്തെ ഗ്രാമപഞ്ചായത്തിൽ സഖ്യം ചേർന്ന പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. ഒരു കാര്യം വിട്ടുവീഴ്ചയില്ലാതെ പറയാൻ ആഗ്രഹിക്കുന്നു. നാളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടെന്ന് വന്നേക്കാം, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടെന്ന് വന്നേക്കാം. ഈ നാട്ടിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ട് പാല് സൊസൈറ്റി തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ പരാജയപ്പെട്ടാലും നമ്മുടെ പ്രിയപ്പെട്ട ഷുഹൈബിനെ കൊന്നൊടുക്കിയ CPM-കാരനോട് സഖ്യം ചേർന്നിട്ടുള്ള ഒരു വിജയവും നമുക്ക് വേണ്ട എന്നുള്ളത് ഈ പ്രസ്ഥാനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ചു വീണ ഷുഹൈബുമാരെ, ശരത് ലാൽമാരെ, കൃപേഷുമാരെ, സജിത് ലാൽമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് അഭിമാനത്തോടു കൂടി പറയുവാൻ കഴിയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സമരസപ്പെട്ടുകൊണ്ടുള്ള ഒരു വിജയവും വേണ്ട എന്ന് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പ്രബലത അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. അത് തന്നെയാണ് നമ്മുടെ കരുത്ത്. ഷുഹൈബിനെ കൊന്നൊടുക്കിയപ്പോ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാരൻ അവസാനിച്ചു പോയോ? ഷുഹൈബിനെ കൊന്നൊടുക്കിയപ്പോ ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് വേരറ്റുപോയോ? അങ്ങനെ വേരറ്റുപോയെങ്കിൽ അത് മറ്റാരേക്കാളും വേരറ്റുപോയിട്ടില്ല എന്ന് നല്ല ബോധ്യമുള്ള ഒരുത്തനുണ്ട്. അത് കേരളത്തിന്റെ ഗ്ലോറിഫൈഡ് ആകാശ് തില്ലങ്കരിയായ പിണറായിക്കാരൻ വിജയനാണ്. പിണറായിക്കാരൻ വിജയന്റെ ആഡംബര അടിയന്തരാവസ്ഥയുടെ ഒരു സഞ്ചരിക്കുന്ന ബസ്സുമായി ഈ കണ്ണൂരിന്റെ മണ്ണിലൂടെ കടന്നുപോയി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നവകേരള സദസ് എന്ന് പറയുന്ന പിണറായി വിജയന്റെ ആഡംബരത്തോട്, ദാർഢ്യത്തോട്, ധിക്കാരത്തോട് പ്രത്യക്ഷമായ സമരത്തിന് പോകാൻ ഇരുന്ന ആളുകളല്ല നമ്മൾ. പക്ഷേ കണ്ണൂർ ജില്ലയിലേക്ക് വന്നപ്പോ, കാസർഗോഡ് ജില്ല പിന്നിട്ട് കണ്ണൂർ ജില്ലയിലേക്ക് പിണറായി വിജയന്റെ നവകേരള സദസ്സിന്റെ ബസ് എത്തുമ്പോ വിജയൻ ഒരു ആശങ്ക. ഷുഹൈബിനെ കൊന്നൊടുക്കിയ മണ്ണിലൂടെ ആ ബസ് അങ്ങനെ യാത്ര ചെയ്യുമ്പോ ഈ നാട്ടിലെ ആത്മാഭിമാനമുള്ള യൂത്ത് കോൺഗ്രസ്സുകാരൻ കരിങ്കൊടി ഒന്ന് ഉയർത്തുമോ, കല്ലെടുത്തെറിയുമോ, യാത്രയെ തടസ്സപ്പെടുത്തുമോ? എന്താ സംഭവിച്ചത്? CPM-കാരന്റെ ഒറ്റച്ചൂല് മത്സരിച്ചാൽ വിജയിക്കുന്ന കല്യാശ്ശേരി മണ്ഡലത്തിൽ, ആ കല്യാശ്ശേരി മണ്ഡലത്തിൽ നവകേരള സദസ്സ് കഴിഞ്ഞിറങ്ങി വരുമ്പോ അവിടെ ഒരു സംഘം ചെറുപ്പക്കാർ അവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ അവരെ കരുതൽ തടങ്കിൽ വെച്ചു. കരുതൽ തടങ്കിൽ വെക്കുമ്പോ പിണറായി വിജയൻ പറഞ്ഞതെന്താ? കല്യാശ്ശേരിയിലെ നേതാക്കന്മാരെ കരുതൽ തടങ്കിൽ വെച്ചാൽ എന്റെ യാത്രയ്ക്ക്, എന്റെ നവകേരള സദസ്സിന്റെ ആഡംബര ബസ്സിന് സുഗമമായി കല്യാശ്ശേരിയുടെ മണ്ണിലൂടെ യാത്ര ചെയ്യുവാൻ കഴിയും, കേരളത്തിന്റെ മണ്ണിലൂടെ യാത്ര ചെയ്യുവാൻ കഴിയും. അങ്ങനെ കരുതൽ തടങ്കിൽ വെച്ചു. നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ കരിങ്കൊടി കാണിക്കുവാൻ തീരുമാനിച്ചവരല്ല, നമ്മൾ പ്രത്യക്ഷ സമരത്തിലേക്ക് പോയവരല്ല. പക്ഷേ നിങ്ങൾ കരിങ്കൊടി കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കരുതൽ തടങ്കൽ വെക്കുന്നത് എന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയനോട് ആ ദിവസം തന്നെ ഈ ഷുഹൈബിന്റെ മണ്ണിലെ പ്രിയപ്പെട്ട ധീരരായ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്. കല്യാശ്ശേരിയുടെ മണ്ണിൽ കരിങ്കൊടി കാട്ടാതിരിക്കുവാൻ നിങ്ങൾ ഞങ്ങളെ കരുതൽ തടങ്കിൽ വെച്ചെങ്കിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരൊറ്റ മണ്ഡലത്തിൽ പോലും കരിങ്കൊടിയില്ലാതെ വിജയന് യാത്ര ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പ്രഖ്യാപിച്ചു. അന്ന് പിണറായി വിജയന്റെ പാർട്ടിക്കാർ നമ്മളെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു.
ചുറ്റും അമ്പരചുംബികളെ പോലെ ഇരിക്കുന്ന പോലീസുകാരന്റെ ബന്ദോബസ്തുണ്ട്. വലിയ കെട്ടിടങ്ങളൊക്കെ പിണറായി വിജയനെ ഇങ്ങനെ സംരക്ഷിച്ച് ആഗമനം ചെയ്തു കൊണ്ടുപോകുന്ന പോലീസുകാരന്റെ കവചമുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസുകാരൻ കരിങ്കൊടി കാണിക്കുക എന്ന് ചോദിച്ചപ്പോ കരുതൽ തടങ്കിൽ വെച്ച കല്യാശ്ശേരിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഈ വേദിയിലുണ്ട് സുധീഷുണ്ട്, ഈ പ്രിയപ്പെട്ട വേദിയിൽ മഹിതയുണ്ട്, പ്രിയപ്പെട്ട സഞ്ജു അടക്കമുള്ള പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ എത്രയൊക്കെ CPM-കാരൻ തല്ലി ഒതുക്കാൻ ശ്രമിച്ചിട്ടും ഹെൽമറ്റ് വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടും ചെടിച്ചട്ടി വെച്ച് തല തല്ലി പൊളിച്ചിട്ടും മഹിതയുടെ നേതൃത്വത്തിൽ, സുധീഷിന്റെ നേതൃത്വത്തിൽ, സഞ്ജുവിന്റെ നേതൃത്വത്തിൽ ഈ ജില്ലയിലെ വിജിൽ മോഹന്റെ യൂത്ത് കോൺഗ്രസുകാർ വിജയന്റെ ധിക്കാരത്തിന് നേർക്ക് കരിങ്കൊടി കാട്ടിയിട്ട് തന്നെയാണ് കല്യാശ്ശേരിയുടെ മണ്ണിൽ നിന്ന് ആ വിജയന്റെ ധാരാളിത്തത്തിന്റെ യാത്രയെ പറഞ്ഞു വിട്ടത്. അതിനുശേഷം കോഴിക്കോട്ടേക്ക് വരുമ്പോ അതിനേക്കാൾ ക്രൂരമായി മർദ്ദിച്ചു. തൃശ്ശൂരിലേക്ക് വരുമ്പോ മർദ്ദന പരമ്പര, എറണാകുളത്തേക്ക് വരുമ്പോ അറിയപ്പെടുന്ന ഗുണ്ടകളെ അഴിച്ചുവിട്ടുകൊണ്ട് ഗുണ്ടായുസവും തേർവാഴ്ചയും നടത്തിയിട്ട് പ്രിയമുള്ള സഹപ്രവർത്തകരെ വിജയന്റെ ധാർഷ്ട്യത്തിന്റെ യാത്ര അവസാനത്തെ നിയോജക മണ്ഡലം പിന്നിടുന്നതുവരെ അഭിമാനത്തോടുകൂടി ഈ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ പറയുന്നു, പിണറായി വിജയന് കരിങ്കൊടിയുടെ അകമ്പടിയില്ലാതെ ഈ കേരളത്തിന്റെ മണ്ണിൽ 1 കിലോമീറ്റർ പോലും യാത്ര ചെയ്യുവാൻ കഴിയാതെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം സൃഷ്ടിച്ച പ്രതിരോധം കൊണ്ടാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ പറഞ്ഞാൽ ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഞങ്ങൾ. ഞങ്ങളെ തല്ലിയൊതുക്കിയാൽ, ഞങ്ങളെ കൊന്നൊടുക്കിയാൽ അങ്ങനെ തീർന്നു പോകുന്ന പ്രസ്ഥാനമല്ല ഇത് എന്ന നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് തുടക്കത്തിലെ ഞാൻ പറഞ്ഞത്, അങ്ങനെ കൊന്നാൽ തീർന്നു പോകുന്നതല്ലടോ കോൺഗ്രസ്, അത് വിജയം തിരിഞ്ഞാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ വിജയനെ ഞങ്ങൾ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഈ വിജയനുണ്ടല്ലോ കേരളത്തിന്റെ സാമന്ത രാജ്യമായി കണക്കാക്കെ സാമന്ത രാജ്യത്തിന്റെ രാജാവായി അവരോധിക്കപ്പെട്ട ആളല്ല, 5 ആണ്ടിന്റെ മാത്രം അധികാരമുള്ള ഭരണാധികാരിയാണ്. ആ വിജയന്റെ വാക്ക് കേട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഈ വേദിയിൽ ഇരിപ്പുണ്ട്, ഷിബിന ഇരിപ്പുണ്ട്. ഷിബിന് സമരവുമായി കടന്നു പോകുമ്പോ അവളെ ദുശാസനൻ തുണി പിടിച്ച് വലിച്ചു കയറുന്നത് പോലെ അവളുടെ തുണി വലിച്ചു കയറിയ വിജയന്റെ പോലീസ്, ആ വിജയന്റെ പോലീസ് പുറത്ത് കാവൽ നിൽപ്പുണ്ട്. ഇവിടെ റിയ ഇരിപ്പുണ്ട്, റിയയുടെ മുടിയിൽ ചവിട്ടി പിടിച്ച വിജയന്റെ പോലീസ് പുറത്ത് കാവൽ നിൽപ്പുണ്ട്. ജീനയുണ്ട്, ജീനയെ അടിച്ചൊതുക്കുവാൻ ശ്രമിച്ച വിജയന്റെ പോലീസ് പുറത്ത് നിൽപ്പുണ്ട്. അങ്ങനെ നമ്മുടെ വനിതാ സഹപ്രവർത്തകരെ അടക്കം തല്ലിച്ചതച്ച് മുടിക്ക് പിടിച്ച് അവരുടെ വസ്ത്രം വലിച്ചു കയറി നമുക്ക് കാവലൊടുക്കുന്ന വിജയന്റെ പോലീസിനോട് പറയുന്നു, ഞങ്ങൾ ഇരിട്ടി പട്ടണത്തിലൂടെ ഇതുപോലൊരു ജാഥ നയിച്ച് ഇവിടേക്ക് എത്തിയത് നിന്റെയൊക്കെ പോലീസിന്റെ സഹായം പ്രതീക്ഷിച്ചില്ല. അങ്ങനെ വിജയന്റെ പോലീസിന്റെ ഒരു സഹായവും ഇല്ലാതെ തന്നെ ഇരിട്ടി പട്ടണത്തിലൂടെ ത്രിവർണ്ണ പതാകയും പിടിച്ചുകൊണ്ട് കടന്നു വരാനുള്ള ആർജവം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിനുണ്ട് എന്ന് മറ്റാരേക്കാൾ നന്നായിട്ട് വിജയമെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ അതിശക്തമായ സമരപരിപാടികളുമായി കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ ഷുഹൈബ, ആ ചെറുപ്പക്കാരനെ കൊന്ന കേസിനകത്ത് ആകാശ് തില്ലങ്കരി അടക്കമുള്ള പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കാതിരിക്കുവാൻ വേണ്ടി മുന്തിയ വക്കീലന്മാരെ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വിജയന്റെ സർക്കാർ ചെലവഴിച്ചത് 1 കോടി രൂപയാണ്. ഏതൊരു കോടി രൂപ? ഈ കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട വീട്ടമ്മമാർ, വിധവകളായ വീട്ടമ്മമാർക്ക്, 30 ലക്ഷത്തോളം വരുന്ന വിധവകളായ വീട്ടമ്മമാർക്ക് 6 മാസക്കാലമായി പെൻഷൻ മുടക്കിയിരിക്കുന്ന വിജയന്റെ സർക്കാർ നമ്മുടെ നാട്ടിൽ അംഗപരിമിതിയുള്ള, അംഗവൈകല്യം ബാധിച്ച സാധു മനുഷ്യന്മാർക്ക് വികലാംഗ പെൻഷൻ കൊടുക്കുവാൻ മടി കാണിക്കുന്ന വിജയന്റെ സർക്കാർ ഈ നാട്ടിലെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കുവാൻ മടി കാണിക്കുന്ന വിജയന്റെ സർക്കാർ, ആ വിജയന്റെ സർക്കാരാണ് ഈ നാട്ടിൽ ഷുഹൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്ന കേസിനകത്തെ പ്രതികൾ ശിക്ഷിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി ഈ സാധാരണക്കാരായ വീട്ടമ്മമാരടക്കമുള്ള ആളുകൾ കൊടുക്കുന്ന നികുതി പണം എടുത്തിട്ട് 1 കോടി രൂപ ചെലവഴിച്ചത്. കഴിഞ്ഞ 6 മാസക്കാലമായി കേരളത്തിൽ പെൻഷൻ വിതരണം മുടങ്ങിയതിനെതിരായിട്ട് ഇന്ന് നമ്മൾ ഇരട്ടിയിൽ പ്രിയപ്പെട്ട ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ, പ്രിയപ്പെട്ട അബിൻ വർക്കി തൊട്ട് മുഴുവൻ സഹപ്രവർത്തകരും ഇന്നിവിടെ ഷുഹൈബിന് ഐക്യദാർഢ്യവുമായി ഇരിക്കുകയാണ് എങ്കിൽ നാളെ വിജയന്റെ കോട്ടകൊത്തളമായ നിയമസഭയ്ക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ ഐതിഹാസികമായ ചരിത്രപരമായ സംസ്ഥാന കമ്മിറ്റിയുടെ മാർച്ച് സംഘടിപ്പിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വിജയന്റെ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു
ഒരു നേരം പോലും വിശ്രമിക്കുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നിരന്തരമായ പോരാട്ടത്തിലൂടെ, നിരന്തരമായ സമരത്തിലൂടെ, നിരന്തരമായ സമ്മർദ്ദത്തിലൂടെ ഈ വിജയന്റെ സർക്കാരിനെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന സമരശക്തി അത് ഷുഹൈബിന്റെ യൂത്ത് കോൺഗ്രസ് ആയിരിക്കുമെന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇരട്ടിയുടെ പട്ടണത്തിൽ നമ്മൾ ഇത്തരത്തിൽ ഐതിഹാസികമായ 10,000-കണക്കിന് മനുഷ്യന്മാർ സമ്മേളിക്കുന്ന ഈ യുവജന സംഗമം, രക്തസാക്ഷി അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. ഈ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിനെയും വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു, ഈ ജാഥ ഇവിടേക്ക് കടന്നു വരുമ്പോ പ്രിയങ്കരനായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ ഉപാധ്യക്ഷൻ ശ്രീ റിജിൽ മാക്കുറ്റി പറയുന്ന വാചകം കേട്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. തൃശൂരിങ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാർ ഇറങ്ങുമ്പോ 29 രൂപയുടെ അരി വിതരണം ചെയ്യുവാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാർ ഇറങ്ങുമ്പോ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാരോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ വിലയാണോ ഈ 29 രൂപ? ഈ രാജ്യത്തെ മതേതരത്വത്തിന്റെ വിലയാണോ ഈ 29 രൂപ? ഈ രാജ്യത്തെ ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ വിലയാണോ ഈ 29 രൂപ? ഈ രാജ്യത്തെ നെഹ്റു കൊണ്ടുവന്ന വിശാലമായ ജനാധിപത്യ മാതൃകയുടെ വിലയാണോ 29 രൂപ? ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ, ഈ രാജ്യത്തെ ഇന്ത്യക്കാരന്റെ ആത്മാഭിമാനത്തിന് 29 രൂപയുടെ വില നിശ്ചയിക്കുമ്പോ നരേന്ദ്രമോദിയുടെ സർക്കാരിനോടും നമുക്ക് സമരസങ്ങളില്ല. ആ നരേന്ദ്രമോദിയുടെ സർക്കാരിന് കേരളത്തിൽ മുൻകൊടുത്ത മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിജയന്റെ സർക്കാരിനോടും സമരസപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, ഷുഹൈബിനെ കൊന്നൊടുക്കിയ മട്ടന്നൂരിന്റെ മണ്ഡലത്തിലേക്ക്. മട്ടന്നൂരിന്റെ മണ്ഡലം നിങ്ങൾക്കറിയാം, CPM-കാരൻ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ 60,000-ലധികം വോട്ടുകൾക്ക് ജയിച്ച പട്ടണമാണ് മട്ടന്നൂരിന്റെ പട്ടണം. ആ 60,000-ലധികം വോട്ടുകൾക്ക് ജയിച്ചു നിൽക്കുന്ന മട്ടന്നൂരിന്റെ പട്ടണത്തിൽ സമരപ്രഖ്യാപനവുമായി ഏറെ പ്രിയങ്കരനായ കണ്ണൂരിന്റെ ഗർജിക്കുന്ന സിംഹം, കണ്ണൂരിലെ കോൺഗ്രസുകാരന്റെ രക്ഷകർത്താവ്, പ്രിയപ്പെട്ട KPCCയുടെ പ്രസിഡന്റ് ശ്രീ K സുധാകരനും പിണറായി വിജയന്റെ സർക്കാരിനെതിരെ നിരന്തരമായി വിചാരണകളുമായി സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ സമരാഗ്നി മട്ടന്നൂർ പട്ടണത്തിലേക്ക് എത്തുമ്പോ ആ പട്ടണത്തിലെ താഴെ കിടക്കുന്ന മൺതരികളെ പോലും കാണുവാൻ കഴിയാത്ത രീതിയിൽ അവിടെ തടിച്ചുകൂടിയ 10,000-കണക്കിനായ മനുഷ്യന്മാർ. ഏത് മട്ടന്നൂരിൽ 60,000-ഓളം വോട്ടുകൾക്ക് CPM-കാരൻ ജയിച്ചു നിൽക്കുന്ന മട്ടന്നൂരിൽ, 9 പഞ്ചായത്തും ജയിച്ചു നിൽക്കുന്ന മട്ടന്നൂരിൽ, ആകെയുള്ള മുനിസിപ്പാലിറ്റിയും ജയിച്ചു നിൽക്കുന്ന മട്ടന്നൂരിൽ ഷുഹൈബിനെ കൊന്നൊടുക്കിയാൽ കോൺഗ്രസ് അങ്ങ് ഇല്ലാതായി പോകുമെന്ന് ആകാശ് ലങ്കരിയും അവന്റെ കൂട്ടാളികളും വിചാരിച്ച അതേ മട്ടന്നൂരിൽ 10,000-കണക്കിനായ മനുഷ്യന്മാരാണ് സമരാഗ്നിയിൽ പങ്കെടുത്തതെങ്കിൽ, പ്രിയമുള്ളവരെ, ആ അഗ്നി അതിന്ന് ചെറിയൊരു അഗ്നിനാളമായി തുടങ്ങിയെങ്കിൽ അതൊരു കാട്ടുതീയായി വിജയന്റെ സർക്കാരിനെ ചുട്ട് ചാമ്പലാക്കിയിട്ട് ആ പോരാട്ടം നമ്മൾ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. നിരവധിയായ നേതാക്കന്മാർ ഈ വേദിയിൽ ഇനിയും സംസാരിക്കാനായിട്ടുണ്ട്. പ്രിയപ്പെട്ട ഷുഹൈബിന്റെ വാപ്പ മുഹമ്മദ് കെ അടക്കമുള്ള ആളുകൾ ഈ വേദിയിലുണ്ട്. മുഹമ്മദ് കെയോട് ഇന്ന് രാവിലെയും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഞാനും എന്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തെയും പ്രിയപ്പെട്ട ഷുഹൈബിന്റെ ഉമ്മയും ഷുഹൈബിന്റെ സഹോദരിമാരെയും കണ്ടതാണ്. അവിടെ വെച്ച് ഞങ്ങൾ ആവർത്തിച്ചു, ഒരു ഷുഹൈബ് മരണപ്പെട്ടാൽ ഈ കേരളത്തിലെ ലക്ഷക്കണക്കിനായ ഷുഹൈബുമാരായി ഞങ്ങൾ അവരുടെ സഹോദരങ്ങളായി, അവരുടെ മക്കളായി അവരെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യുമെന്ന് അവിടെ വെച്ച് പറഞ്ഞത് ഒരു വെറും വാക്കല്ല. ആ കുടുംബത്തെ, ഈ പ്രസ്ഥാനത്തിന് ഉയരുള്ളിടത്തോളം കാലം, ഈ ത്രിവർണ്ണ പതാക ഈ അന്തരീക്ഷത്തിൽ പാറിപ്പറന്ന് കളിക്കുന്നിടത്തോളം കാലം ആ ഷുഹൈബിന്റെ കുടുംബത്തെ ഈ പ്രസ്ഥാനം ഇങ്ങനെ ഉള്ളം കയ്യിൽ ചേർത്ത് പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചരിത്രപരമായ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ച കണ്ണൂരിലെ പുതിയ താരോദയമായി ഈ കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് സമാനതകളില്ലാത്ത സമരാവേശമായി കടന്നു വരുന്ന ഉജ്ജ്വല സംഘാടകനായ പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിജിൽ മോഹൻ അടക്കമുള്ള മുഴുവൻ സഹപ്രവർത്തകരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 1000 തവണ ആവർത്തിക്കുന്നു, ഷുഹൈബിനെ കൊന്നവരെ മാത്രമല്ല ആ മരണ വാറന്റിൽ ഒപ്പിട്ടവന്മാരെ വരെ അവരുടെ എല്ലാം കഴുത്തിൽ തൂക്കുകയറ് വീഴാതെ ഈ പ്രസ്ഥാനത്തിന്റെ പോരാട്ടം അവസാനിക്കുകയില്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അനുസ്മരണ സംഗമത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്, ജയ് ഷുഹൈബ്.